കൃത്യമായ അധ്വാനവും ആസൂത്രണവും ഉണ്ടെങ്കിൽ ക്ഷീരകൃഷി ലാഭകരമാണെന്ന് തെളിയിക്കുകയാണ് ബന്ദിയോട് പച്ചമ്പളയിലെ ഇക്ബാൽ. 4 പതിറ്റാണ്ടുകാലമായി പശുക്കളെ വളർത്തി ജീവിതം പച്ചപിടിപ്പിക്കുകയാണ് ഇദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സ്വന്തം പറമ്പിനെ ആശ്രയിച്ച് ഇക്ബാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ പശു വളർത്തലാണ് 40 വർഷത്തിനിപ്പുറം ഈ മേഖലയിലെ ഏറ്റവും വലിയ ഫാമുകളിലൊന്നായി മാറിയിരിക്കുന്നത്. പച്ചമ്പള കയ്യാറിലെ ഈ ഫാമിൽ ഇന്നിപ്പോൾ 107ഓളം പശുക്കളുണ്ട്. പശുക്കൾക്ക് ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ലഭിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം തൊടുത്തു നിർമ്മിച്ചിരിക്കുന്നത്. തറയിൽ റബ്ബർ മാറ്റുകൾ വിരിച്ചതിനാൽ പശുക്കളുടെ കാലുകൾക്ക് അസുഖങ്ങൾ വരുന്നത് കുറവാണത്രേ. പാൽ വിൽക്കുന്നതിനു പുറമെ ചാണകം ഉണക്കിപ്പൊടിച്ച് വളമായി വിൽക്കുന്നതിലൂടെയും ഇദ്ദേഹം അധിക വരുമാനം കണ്ടെത്തുന്നുണ്ട്. കൃഷി ഉപജീവന മാർഗമായി കാണുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതവും ജീവനവും വലിയൊരു മാതൃകയാണ്. പശുക്കൾക്ക് പച്ചപ്പുല്ല് നിർബന്ധമാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഇതിനായി സ്വന്തം സ്ഥലത്ത് ചാണകം വളമായി ഉപയോഗിച്ച് സൂപ്പർ നേപ്പിയർ ഇനം പുല്ലുകളും ഇക്ബാൽ വളർത്തുന്നുണ്ട്. ഇത് പാൽ കൂടാൻ വളരെയധികം സഹായിക്കുന്നു. 48 കൊല്ലമായി പറയുന്നത് ശരീരത്തിൽ കിടതട്ടെ അപ്പറെ പശുക്കളെ കൂട്ടിക്കൊണ്ടു അപ്പാതിരിക്കാൻ പറ്റപ്പെട്ടു പോയി. അതിൽ നിന്ന് രണ്ടാമത്തെ കുറച്ച് നിശ്ചിച്ച് ഒരു 10 തുടങ്ങി. രണ്ടാമത്തെ തുടങ്ങിയിട്ട് അവിടെ ജാഗമന്തെന്നിട്ട് കൂടെ ബലത്തില്ല. അങ്ങനെ കുറേ പശുക്കളുടെ എടുത്ത് അത് കുറേ ജാതിയെല്ലാം ഉണ്ട്. ദിവസവും 2 നേരം തൊടുത്ത് വൃത്തിയാക്കുകയും പശുക്കളെ കുളിപ്പിക്കുകയും ചെയ്യുന്നു. വൃത്തിയുള്ള ചുറ്റുപാട് മനുഷ്യർക്കെന്ന പോലെ പശുക്കൾക്കും ഏറെ ഗുണപ്രദമാണെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. 10ഓളം തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ഇദ്ദേഹം പാൽ കറന്നെടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും. ഇവിടെ നിന്ന് ലഭിക്കുന്ന പാൽ ശുദ്ധവും ആരോഗ്യപ്രദവുമാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. വർഷങ്ങളായി ഞാൻ ഈ ഫാമിൽ നിന്ന് തന്നെയാണ് പാല് വാങ്ങുന്നത്. ഇവിടെ ആധുനിക രീതിയിലുള്ള മെഷീൻ ഉപയോഗിച്ചുള്ള കറവയായതിനാൽ കയ്യിൽ നിന്നുള്ള ബാക്ടീരിയകൾ പാലിൽ കലരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ കൃത്യമായ ആഹാരക്രമം പശുക്കൾക്ക് പാലിക്കുന്നത് കൊണ്ട് ഈ പാലിൽ പ്രോട്ടീനും അതുപോലെ കൊഴുപ്പിന്റെ അളവുകളുമൊക്കെ ഏകദേശം കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. ജേഴ്സി ഉൾപ്പെടെ 4 ഇനം പശുക്കളാണ് ഇവിടെയുള്ളത്. കൃത്യസമയത്തുള്ള പരിചരണവും പശുക്കളോടുള്ള സ്നേഹവുമാണ് ക്ഷീരകൃഷിയിലെ തന്റെ വിജയത്തിന് ആധാരമെന്നാണ് ഇദ്ദേഹം പറയുന്നതും വിശ്വസിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.